വേൾഡ് കപ്പിലെ സൂപ്പർ പോരാട്ടത്തിൽ ഇന്ത്യ 7 വിക്കറ്റിൻ്റെ വിജയമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെ 7 വിക്കറ്റിന് തകർത്ത ഇന്ത്യ സൂപ്പർ 8-ൽ പ്രവേശിക്കുകയും ചെയ്തു. ആദ്യം ബാറ്റ് ചെയ്ത US നേടിയത് 110 റൺസായിരുന്നെങ്കിലും മറുപടി ബാറ്റിങ്ങിൽ 18.2 ഓവറിൽ ഇന്ത്യ വിജയം മറികടക്കുകയായിരുന്നു. ബാറ്റിംഗ് തകർച്ച നേരിട്ട ശേഷമാണ് ഇന്ത്യ അതിഗംഭീരമായ മത്സരത്തിൽ ബാറ്റ് ചെയ്ത് വിജയിച്ചത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെ 110 റൺസിന് ഡിഫെൻഡ് ചെയ്യാൻ ഹർഷദീപ് 4 വിക്കറ്റ് നേടിയപ്പോൾ ഹാർദിക് പാണ്ഡ്യ 2 വിക്കറ്റ് നേടി. അക്ഷർ പട്ടേൽ 1 വിക്കറ്റ് നേടിയ ബോളിംഗാണ് സഹായിച്ചത്. എന്നാൽ മറുപടി ബാറ്റിങ്ങിൽ ഇന്ത്യക്ക് തുടക്കത്തിലെ വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് നഷ്ടമായി. പിന്നീട് രോഹിത് ശർമ്മയെ നഷ്ടമായ ഇന്ത്യ ശരിക്കും സമ്മർദ്ദത്തിലായിരുന്നു. 10 റൺസിന് 2 വിക്കറ്റ് എന്ന നിലയിൽ നിന്ന ശേഷമാണ് ഇന്ത്യ ശക്തമായ മത്സരത്തിലേക്ക് തിരിച്ചു വന്നത്. 72 റൺസിന്റെ ശിവം ദുബെ സൂര്യകുമാർ യാദവ് കൂട്ടുകെട്ടാണ് മത്സരത്തിൽ നിർണായകമായത്. സൂര്യകുമാർ യാദവ് 49 പന്തിൽ 50 റൺസ് നേടി അർദ്ധ സെഞ്ചുറിയും പൂർത്തിയാക്കി. ശിവം ദുബെ ആകട്ടെ 35 പന്തിൽ 31 റൺസ് നേടി. ഋഷഭ് പന്തിന്റെ ഇന്നിംഗ്സും ക്രൂഷ്യലായി. 18 റൺസാണ് പന്ത് നേടിയത്. 3 മത്സരങ്ങളിൽ നിന്ന് 3 വിജയത്തോടു കൂടിയാണ് ഇന്ത്യ സൂപ്പർ 8 ഉറപ്പിച്ചിരിക്കുന്നത്. ഗ്രൂപ്പിലെ രണ്ടാം സൂപ്പർ 8 പോരാളിയെ കണ്ടെത്താൻ ഇനിയും മത്സരത്തിനായി കാത്തിരിക്കണം. അതിശക്തമായ മത്സരമെന്ന് നിസ്സംശയം പറയാം. മത്സരത്തിൽ ഏറ്റവും നിർണായകമായത് ശിവം ദുബെയുടെയും സൂര്യകുമാറിൻ്റെ പാർട്ട്ണർഷിപ്പാണ്. ഹർഷദീപ് സിംഗാണ് മാൻ ഓഫ് ദ മാച്ചായുള്ളത്. ഇന്ത്യയുടെ ബാറ്റിംഗ് ചെറിയ രീതിയിൽ സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ബോളിംഗ് അതിശക്തം തന്നെയാണ്. മത്സരത്തിൽ നേരിട്ട ആദ്യ പന്തിൽ പുറത്തായ വിരാട് കോഹ്ലിയുടെ ഫോം ഇന്ത്യക്ക് സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട്. 10-ൽ താഴെ റൺസ് മാത്രമാണ് വിരാട് കോഹ്ലി 3 മത്സരങ്ങളിൽ നിന്ന് സ്വന്തമാക്കിയത്. അത് ഇന്ത്യക്കുണ്ടാക്കുന്ന സമ്മർദ്ദവും വളരെ വലുതാണ്.